ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശൻ്റെ അനുവാദം കിട്ടി വീട്ടിലേക്ക് പോകാൻ ഇങ്ങനെ ത്രില്ലടിച്ച് നിൽക്കുകയാണ് നമ്മുടെ നയന. ആ സമയത്ത് ആദർശനെ നേരെ ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ആദർശിൻ്റെ തീരുമാനം അത് എൻ്റെ തീരുമാനം തന്നെയാണെന്ന് മുത്തശ്ശൻ ഇങ്ങനെ നയനയോട് പറഞ്ഞു. എന്താ ആദർശ അങ്ങനെയല്ലേ എന്ന് ചോദിച്ചപ്പം അത് മുത്തശ്ശാന്നും പറഞ്ഞ് ആദർശ് ഇങ്ങനെ പറയാം. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് നയനയെ വീട്ടിൽ വിടരുത് എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. മുത്തശ്ശൻ്റെ മുന്നിൽ അതൊന്നും തുറന്നു പറയാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ട് മുത്തശ്ശൻ്റെ മുന്നിൽ ഭാര്യ സ്വന്തം വീട്ടിലേക്ക് പൊയ്ക്കോട്ടെ എന്ന് സമ്മതിച്ച് അങ്ങനെ ഇരിക്കുന്നു. ആ ഒരു സന്തോഷത്തിൽ നമ്മുടെ നയന പോകാനായിട്ട് റൂമിലേക്ക് കയറി പോവുകയും ചെയ്തു. ഈ സമയത്ത് ആദർശിൻ്റെ അരികിലിരുന്ന് മുത്തശ്ശനും മുത്തശ്ശിയും കമ്പനിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക. നിന്റെ കൈകളിലേക്ക് കമ്പനി തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കമ്പനി ഉയർച്ചയിലെത്തിയെന്നും അതിനോടപ്പുറം നമ്മുടെ നയനമോൾ ഇപ്പോൾ ഡിസൈനിങ്ങിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു സഹായിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അതിനേക്കാളും 10 ഇരട്ടി കുതിപ്പാണ് ഇപ്പോൾ നമ്മുടെ ജ്വല്ലറിക്ക് സംഭവിച്ചിരിക്കുന്നതെന്നൊക്കെ കാര്യം പറഞ്ഞു. ബിസിനസ്സിലെല്ലാം തികഞ്ഞ ഒരു ബിസിനസ്മാനായി നീ മാറിയപ്പോൾ ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ നീ വൻ പരാജയമായി പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്ന് മുത്തശ്ശൻ പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആദർശിൻ്റെ മുഖം അങ്ങ് മാറി. ബിസിനസ്സിൽ മാത്രമല്ല സ്വന്തം ജീവിതത്തിലും ആ കഴിവുകൾ പുറത്തു കൊണ്ടുവരണമെന്നും സ്വന്തം ഭാര്യയെ സ്നേഹിക്കാനും ഒരു കുടുംബത്തെ ചേർത്ത് നിർത്താനൊക്കെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശന് ഉപദേശങ്ങൾ കൊടുക്കാം മുത്തശ്ശനും മുത്തശ്ശിയും. അപ്പോൾ അത് ഇദ്ദേഹം പറഞ്ഞത് ശരിയാണെന്നും നയനമോളുടെ നന്മകളെ പൂർണ്ണമായും അംഗീകരിക്കാനോ കാണാനോ നിന്നെക്കൊണ്ട് കഴിഞ്ഞിട്ടില്ലെന്നൊക്കെയുള്ള കാര്യങ്ങൾ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ മുത്തശ്ശിയും കൂടെ ആദർശനെ കുറ്റപ്പെടുത്തുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാം പതുക്കെ പതുക്കെ ശരിയാക്കി എടുക്കാം മുത്തശ്ശി അല്ലെങ്കിൽ മുത്തശ്ശ എന്നും പറഞ്ഞ് ആദർശ് ഇങ്ങനെ അവരെ പറഞ്ഞ് സമാധാനിപ്പിക്കുക. എന്തായാലും അത് പതുക്കെ പതുക്കെയല്ല എത്രയും പെട്ടെന്ന് അത് ശരിയാക്കി എടുക്കണമെന്ന് അന്നേരം അവർ ആദർശിന് ഉപദേശിക്കുകയും ചെയ്തു. എന്തായാലും ഇത് പറഞ്ഞതിന് ശേഷം പിന്നെ ആദർശിന് അവിടെ ഇരിക്കത്തില്ല. കാരണം നയനെങ്ങാനും പോകാൻ റെഡി ആയാലോ, നയനയെ ഒന്ന് പിന്തിരിപ്പിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ആദർശ് അവരോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. ആദർശ് മുറിയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ അനി വന്ന് മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഇരുന്ന് സംസാരിക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ദേവയാനിയും വന്നു. അപ്പോൾ ഇവരുടെ സംസാരം കണ്ട് ദേവയാനിയും വന്നു, പിന്നാലെ നവ്യയും വരുന്നു. അങ്ങനെ വരേണ്ട കീടങ്ങളെല്ലാം വരുന്നുണ്ട് ഇവർ 3 പേരും കൂടെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ. അങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശൻ കൊടുത്ത പേനയെക്കുറിച്ചും അതുപോലെ അതൊക്കെ ഇങ്ങനെ നമ്മുടെ അനി ഇങ്ങനെ ഇരുന്ന് മുത്തശ്ശിയോട് ഇരുന്ന് പറയും. അതുപോലെ മുത്തശ്ശനോട് താങ്ക്സ് ഒക്കെ പറയുന്നു. ആ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു, നീ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിനൊരു അഭിമാനം തന്നെയാണ് എന്ന് അനിയെക്കുറിച്ച് മുത്തശ്ശൻ എങ്ങനെ പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു, അതെ, അനിയെക്കുറിച്ച് ആദർശിന് നല്ല അഭിപ്രായം തന്നെയാണുള്ളത്. അതുകൊണ്ട് 3-4 ബ്രാഞ്ച് അനിയെ ഏൽപ്പിക്കണമെന്നും പറഞ്ഞ് ആദർശ് ഇരിക്കുന്നത്. ആദർശിന് അത്രത്തോളം വിശ്വാസമാണ് ഇവൻ നല്ല ബ്രില്യൻ്റ് ആണെന്നുള്ള രീതിയിൽ ദേവയാനി ഇങ്ങനെ സംസാരിച്ചു. അനിയുടെ ബ്രില്യൻസും അനിയുടെ കഴിവുമൊക്കെ കാണാനുള്ള കണ്ണ് നിനക്കുണ്ട്. പക്ഷേ കാണേണ്ട ആളുടെ കഴിവുകളൊന്നും നീ കാണുന്നില്ലല്ലോ എന്ന് മുത്തശ്ശൻ അന്നേരം ദേവയാനിയോട് പറയാം. അപ്പോഴേക്കും ചിരിച്ച മുഖം അങ്ങ് വാടി ദേവയാനിയുടെ. ഈ സമയത്ത് ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും കാര്യങ്ങളെപ്പറ്റി അനി ഇങ്ങനെ ഇരുന്ന് മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയണം. അപ്പോൾ ഇവർ 3 പേരും കൂടെ അവരെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടപ്പോഴത്തേക്കും നവ്യയുടെ മുഖവും വല്ലാതെയായി, ദേവയാനിയുടെ മുഖവും വല്ലാതെയായി. 2 പേരും ഇങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് ഏതായാലും നീ കവിത എഴുതുന്നയാളല്ലേ, അല്ലെങ്കിൽ എല്ലാം നിനക്കറിയാവല്ലോ. പിന്നെ ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും ജീവിതം എന്താണെന്നും അവരെ കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുന്ന ആളല്ലേ നീ. അപ്പോൾ പിന്നെ അവരെക്കുറിച്ചും നീ ഒരു കവിത അങ്ങ് എഴുതിക്കോളാൻ മുത്തശ്ശൻ അനിയോട് പറയുമ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ പണി അങ്ങ് ആരംഭിച്ചേക്കാം എന്ന് അനി പറയാം. എനിക്ക് 100 വട്ടം സമ്മതമാണെന്നും ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇവരിങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നവ്യ ഇങ്ങനെ അവിടെ നിൽക്കുമല്ലോ. അപ്പോൾ നവ്യ ഇങ്ങനെ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ അനി പറഞ്ഞു, അവരെക്കുറിച്ച് മാത്രമല്ല വേറെ ചിലരെക്കുറിച്ചൊക്കെ ഞാനൊരു കവിത എഴുതുന്നുണ്ട്. അത് ചിലപ്പോൾ പലർക്കും താങ്ങാൻ പറ്റിയെന്ന് വരില്ല എന്നൊക്കെ പറഞ്ഞ് അനി ഇങ്ങനെ കുത്തും കോളും വെച്ച് പറയുന്നു. അപ്പോൾ അത് നവ്യയാണെന്ന് നവ്യയ്ക്ക് മനസ്സിലായി. നവ്യ നേരത്തെ പല്ലും കടിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ, ഒന്നും പറയാൻ പറ്റാതെ. അങ്ങനെ നയനയെ ഇവർ പുകഴ്ത്തുന്നത് ചെവി കൊണ്ട് കേൾക്കുന്ന സമയം ദേവയാനിയുടെ മുഖമൊക്കെ പോണ പോക്ക് കാണും. ദേവയാനിക്ക് ഭയങ്കര ദേഷ്യം. ദേവയാനി അങ്ങനെ അവിടെ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ ഇപ്പം നയനമോളെക്കുറിച്ച് പറഞ്ഞതൊന്നും നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഒരു ദിവസം നീ നയനമോളെ തിരിച്ചറിയും, നയനമോളുടെ നന്മ നീ തിരിച്ചറിയും എന്നും പറഞ്ഞ് ദേവയാനിയോട് മുത്തശ്ശൻ പറയണം. അങ്ങനെ അവർ 2 പേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നവ്യയോടും അതുപോലെ തന്നെ പറഞ്ഞു, നയനയെ കണ്ടു പഠിക്കണം, നയനമോൾ ചെയ്യുന്നത് കണ്ടോ. ഇപ്പം തന്നെയാണെങ്കിലും സ്വന്തം വീട്ടിലേക്ക് പോകാനായിട്ട് അത്രത്തോളം ആഗ്രഹം നയനമോൾക്കുണ്ട്, അച്ഛനെയും അമ്മയെയും ഒക്കെ കാണാനായിട്ട്. ആ വീട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം മോൾ ഒരു ദിവസമെങ്കിലും സ്വന്തം വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നവ്യയോട് മുത്തശ്ശി ചോദിക്കുമ്പോൾ അവൾ സ്വന്തം വീട്ടിലേക്ക് പോകുന്നത് നിങ്ങളെ എല്ലാവരെയും അല്ലെങ്കിൽ ഈ കുടുംബത്തെ നാണം കെടുത്താനല്ലേ. ഈ കുടുംബത്തെ നാണം കെടുത്തുന്ന ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യില്ലെന്നും പറഞ്ഞുകൊണ്ട് നവ്യ അന്നേരത്തേക്കും അവിടെ നിന്ന് നല്ല പിള്ളേ അങ്ങ്
അങ്ങ് ചമയുന്നു. അപ്പോഴേക്കും നമ്മുടെ അനി ഇങ്ങനെ ഒരു ചിരിയും ചിരിച്ച് അങ്ങനെ ഇരിക്കുക. എന്തായാലും ഇവരുടെ സംസാരവും കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നു. ആ സമയത്ത് പിന്നീട് നമ്മുടെ നയന പോകാനായിട്ട് റെഡി ആയിട്ട് ഡ്രസ്സെല്ലാം എടുത്തു വെച്ച് കുളിക്കാനായിട്ട് കയറാൻ തുടങ്ങുന്നു. അപ്പോഴാണ് ആദർശ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ആദർശ് ചെല്ലുമ്പം നയന കുളിക്കാൻ പോകാൻ തുടങ്ങും. അപ്പോഴേക്കും നീ എങ്ങോട്ടാ? കുളിക്കാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പം നീ നിൻ്റെ വീട്ടിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചോ എന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എനിക്ക് അനുവാദം തന്നല്ലോ, മാത്രമല്ല ആദർശേട്ടനും പൊക്കോളാൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഓ, അപ്പോൾ നിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നീ വീർപ്പുമുട്ടി ഇതൊക്കെ ചെയ്തു വെച്ചതല്ലേ എന്ന് ചോദിച്ചപ്പം അതെ, എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള വീർപ്പുമുട്ടൽ തന്നെയാണ് എനിക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നയന പോകുമെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ ആദർശ് പറഞ്ഞു, എന്തിനാ ഇപ്പോൾ ഓടിപ്പിടിച്ച് അങ്ങോട്ടേക്ക് പോകുന്നത്? അങ്ങോട്ടേക്ക് ഓടിപ്പിടിച്ച് പോകേണ്ട എന്ത് കാര്യമുള്ളത്? അവിടെ പോയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് ആദർശേട്ടൻ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകണ്ടെന്നും അല്ലെങ്കിൽ പോയിട്ട് കാര്യമില്ലെന്നും പറയുന്നത്? അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലാതാക്കിയത് ആദർശേട്ടൻ്റെ അമ്മ തന്നെയായിരിക്കില്ലേ? ആ ഓർഡർ ക്യാൻസൽ ചെയ്തതും ആദർശേട്ടൻ്റെ അമ്മ തന്നെ ആയിരിക്കും എന്ന് നമ്മുടെ നയനെ ഇങ്ങനെ പറഞ്ഞപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ എൻ്റെ അമ്മയെ കുറ്റപ്പെടുത്തരുത്, എൻ്റെ അമ്മയെ പഴിക്കരുത് എന്ന് പറഞ്ഞു. ഇങ്ങനൊരു തെറ്റിദ്ധാരണ നിൻ്റെ മനസ്സിൽ നിലനിൽക്കുമെന്ന് എനിക്കറിയാം. അതറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഇതിൽ അമ്മ നിരപരാധിയാണെന്നും ആ ഒരു ഓർഡർ ക്യാൻസൽ ചെയ്യിച്ചത് ഞാനാണെന്നും. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആദർശമാണോ ഇത് ചെയ്തതെന്ന് ഓർത്ത് അതിനൊന്ന് ഞെട്ടിപ്പോയി. അപ്പോൾ നീ ഏത് നേരവും അവിടെ പോയിരിക്കുന്നത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നും ആദർശത്തിനൊരു കാരണം കൂടെ അങ്ങ് നിരത്തി. അപ്പം നമ്മുടെ നയന പറഞ്ഞു, ഒരിക്കലും എനിക്കറിയാവുന്ന ആദർശേട്ടൻ അങ്ങനെ ചെയ്യില്ല എന്ന്. ആദർശേട്ടൻ ഒരിക്കലും എന്നെ അങ്ങനെ ചതിക്കാനൊന്നും കഴിയില്ലെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന അതിനും ആദർശിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത്. അപ്പോൾ ആദർശ് അത് ചെയ്യില്ലെന്നും ആദർശേട്ടൻ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി തന്നോട് കള്ളം പറയുകയാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് ആദർശിനെ അപ്പോഴും കുറ്റപ്പെടുത്താതെ നമ്മുടെ നയന കുളിക്കാൻ പോയി. അപ്പോൾ എന്തെല്ലാം പറഞ്ഞിട്ടും ഇവൾ വിശ്വസിക്കുന്നില്ലല്ലോ, അപ്പോൾ അവൾക്ക് അത്രത്തോളം എന്നെ അറിയാം എന്ന് ആദർശ് സ്വയം ചിന്തിക്കാം. പക്ഷേ ഇന്ന് അവൾ അവളുടെ വീട്ടിലേക്ക് പോയാൽ അതിൻ്റെ ഒരു അഭിമാന പ്രശ്നമാകും. അവൾ ഒരു കാരണവശാലും ഇന്ന് അവളുടെ വീട്ടിലേക്ക് പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ആദർശിൻ്റെ മനസ്സിൽ പല പല ഐഡിയകൾ ഇങ്ങനെ പൊട്ടിമുളച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നയനയെ വീട്ടിൽ വിടാതിരിക്കാൻ എന്ത് ചെയ്താൽ പറ്റും, അത് ചെയ്താൽ പറ്റുമോ, ഇത് ചെയ്താൽ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇതൊക്കെ. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വാലന്റൈൻസ് ഡേക്ക് കല്യാണിയും കിരണും വിളിച്ചതിനെ പറ്റിയുള്ള കാര്യങ്ങളും ഒക്കെ ആദർശ് ഇങ്ങനെ നയനയോട് പറയുന്നുണ്ട്. അപ്പോൾ അത് പോകുന്ന കാര്യങ്ങളെപ്പറ്റി പറഞ്ഞപ്പം എന്തായാലും ഇന്ന് വീട്ടിൽ പോയിട്ട് വരട്ടെ, വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം നമുക്ക് പോകാം എന്നുള്ള രീതിയിൽ നയനയുടെ തീരുമാനങ്ങൾ അത് തറപ്പിച്ചിങ്ങനെ പറയാം. ആദർശേട്ടൻ എന്നോട് എപ്പോഴും പറയാറുള്ളതല്ലേ, അവനവൻ്റെ തീരുമാനം എന്താണോ അതാണ് ചെയ്യേണ്ടതെന്ന്, അതാണ് ഞാൻ ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടാണ് നയന കുളിക്കാൻ പോകുന്നത്. അപ്പോൾ അവൻ കുളിക്കാൻ കയറി പോയി കഴിഞ്ഞപ്പോൾ ആദർശ് ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുന്ന ഒറ്റ കൈക്ക് ആദർശിൻ്റെ മണ്ടൻ ബുദ്ധിയിൽ തോന്നിയ ഒരു ഐഡിയ, നയനയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ നയന പിന്നെ പോകത്തില്ലല്ലോ. അപ്പോൾ പിന്നെ നയനയെ ഇന്ന് ഈ വീട്ടിൽ തന്നെ തളച്ചിടാം എന്ന് വിചാരിച്ചു. അങ്ങനെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന സ്ഥലത്ത് കുറച്ച് എണ്ണ എടുത്ത് ആശാനങ്ങ് ഒഴിച്ചിട്ടു. അപ്പം നയന വന്ന് ചവിട്ടാൻ സാധ്യതയുള്ള അതേ സ്ഥലത്ത് തന്നെ അങ്ങനെ ഒഴിച്ചതിന് ശേഷം ഇന്നെന്തായാലും അവളൊന്ന് വീണ് കഴിയുമ്പോൾ വേദന കാരണം അവൾ പോകില്ല. അപ്പോൾ അതാണ് ആദർശ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ആദർശ് അപ്പുറം മാറി നിന്നു, നയന കുളി കഴിഞ്ഞ് ഇറങ്ങി വരുന്നതെന്ന് നോക്കി. അപ്പോൾ ഇറങ്ങി വന്നു, അതിൽ ചവിട്ടുന്നു, വീഴുന്നു, പിന്നെ കുറച്ച് നേരം വിശ്രമിക്കുന്നു. അപ്പോൾ സമയം പോകുന്നു. ഇതൊക്കെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ആശാൻ നടത്തി വെച്ചത്. എന്തായാലും നമ്മുടെ നയന അന്നേരത്തേക്കും കുളി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പാവം ഇതൊന്നും അറിയാതെ കാലെടുത്ത് വെച്ചതാ എണ്ണയിലേക്ക് തെന്നി അങ്ങ് പോയി നടു ഇടിച്ചങ്ങ് വീണു. അയ്യോ എൻ്റെ അമ്മേന്ന് വിളിച്ചു വാ വിട്ട് കരഞ്ഞു പോയി. അത്രത്തോളം വേദന എടുത്തുട്ടോ നയനയ്ക്ക്. അങ്ങനെ നയന വീണ് കഴിഞ്ഞപ്പോഴേക്കും ആദർശം വീണു എന്നുള്ള രീതിയിൽ പുറത്തുനിന്ന് ഇങ്ങനെ എത്തി വലിഞ്ഞു നോക്കുക. അപ്പോൾ ഒന്നും അല്ലാത്തതുപോലെ ആദർശം എന്നിട്ട് അവിടെ നിന്ന് കുറച്ചങ്ങ് പിന്നെ നീങ്ങി നിന്നു. അപ്പോൾ ഇനി അവൾ പോവില്ല എന്നുള്ളൊരു സന്തോഷത്തിൽ. പക്ഷേ ആ ഒരൊറ്റ വീഴ്ചയിൽ നയനയ്ക്കൊന്നും അനങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ശരിക്കും ഇടിച്ചാണ് വീണത്. നയനയ്ക്ക് ശരിക്കും പറ്റി കേട്ടോ. അപ്പോൾ നയന ഇങ്ങനെ അവിടെ നിന്ന് അതിന് വേണ്ടി ഭയങ്കര കരച്ചില വേദന എടുത്തിട്ട്. അപ്പോഴത്തേക്കും ആദർശം ഓടി വന്നു, എന്താ പറ്റിയതെന്ന് ചോദിച്ചു. അപ്പോൾ ആദർശം ഓടി വന്ന് നയനെ വാരിക്കോരി എടുത്തത് കട്ടിലേക്ക് ഇരുത്തുന്നു. അപ്പോൾ എന്താ പറ്റിയതെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും നയന പറഞ്ഞു, എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല, ഞാൻ ഇറങ്ങി വരുന്ന വഴിയിൽ എണ്ണ എന്തോ തെന്നുന്നത് കിടപ്പുണ്ടായിരുന്നു, എണ്ണയായിരുന്നു എന്നാണ് തോന്നുന്നു, അതിൽ തെന്നി ഞാൻ വീണതാണ്, എനിക്ക് അനങ്ങത്തില്ല ആദർശേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ഭയങ്കര കരച്ചില്ല. പക്ഷെ ഇത്രയും വരുമെന്ന് ആദർശം ഒട്ടും പ്രതീക്ഷിച്ചില്ല. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നത് പോലെ ആദർശ് ചെയ്ത ക്രൂരത ഇച്ചിരി കൂടിപ്പോയി. ഭാര്യ സ്വന്തം വീട്ടിൽ, അതായത് ഭാര്യ പോകാതിരിക്കാൻ വേണ്ടി കാണിച്ച ഒരു കുസൃതി, പക്ഷേ അത് ഇച്ചിരി ഓവറായിപ്പോയി. എന്തായാലും നയനയ്ക്ക് ശരിക്കും പറ്റി കേട്ടോ. നയന ഇങ്ങനെ ആകെ വേദന അനുഭവിച്ച് അങ്ങനെ ഇരിക്കുമ്പം ഇനി എന്ത് ചെയ്യും എന്ന് ഓർത്തിട്ട് ആദർശ് ഇങ്ങനെ വെപ്രാളം കൂട്ടുക. എല്ലാവരും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശിൻ്റെ തലയെടുക്കും. നയനെ എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വിഷമാവും. അങ്ങനെ നയനയെ ദ്രോഹിച്ചതിൻ്റെ പേരിൽ കുറേയൊക്കെ ഒരു മനസ്സുകൊണ്ടൊരു വിഷമമൊക്കെ ഉണ്ട്. പക്ഷേ നയന വീട്ടിലേക്ക് പോകില്ല എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം.
അപ്പോൾ ഈ നയനയുടെ കരച്ചിലൊക്കെ കേട്ടപ്പോഴത്തേക്ക് എല്ലാവരും വന്നു എന്താ കാര്യം എന്നൊക്കെ അറിയാനൊക്കെ ആയിട്ട്. അപ്പം നയന വീണതിൻ്റെ പേരിൽ ഇപ്പം ദേവയാനിക്കും നവ്യയ്ക്കും ഒക്കെ സന്തോഷമായി. നയനയുടെ നടു ഒടിഞ്ഞല്ലോ, ആ ഒരു സന്തോഷം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. നമ്മുടെ പ്രമോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമ്മുടെ ഒറിജിനൽ എപ്പിസോഡ് വരുമ്പോൾ സിറ്റുവേഷൻ എല്ലാം സെയിം ആയിരിക്കും. ഡയലോഗ്സിൽ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, എങ്കിലും സിറ്റുവേഷനെല്ലാം ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും കമൻറ്റിനും എല്ലാത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആത്മാർത്ഥമായി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.